ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 127-ാം ദിവസം. മെഫിബോഷത്തിന് ദാവീദിൻ്റെ കാരുണ്യം. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 28 എന്നിവ വായിക്കുന്നു. ദാവീദ് സാവൂളിൻ്റെ കുടുംബത്തോട് ദയ കാണിക്കുന്നതും ജോനാഥൻ്റെ മകനായ മെഫിബോഷത്തിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും ഇന്ന് നാം വായിക്കുന്നു. നല്ല കാലങ്ങൾ വന്നപ്പോൾ ദാവീദ് തൻ്റെ ആത്മസുഹൃത്തിനെയും അവന് നൽകിയ വാഗ്ദാനത്തെയും മറന്നില്ല എന്നത് ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ ദാവീദിനുള്ള അചഞ്ചലമായ ഉറപ്പാണ് സൂചിപ്പിക്കുന്നത് എന്നും ഭാരങ്ങളില്ലാതെയും ഭയങ്ങളില്ലാതെയും ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ ദൈവവിശ്വാസമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായം. മെഫിബോഷത്തിന് ദാവീദിൻ്റെ കാരുണ്യം. ദാവീദ് ചോദിച്ചു, ജോനാഥനെ പ്രതി ഞാൻ കരുണ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൻ്റേതായി ആരെങ്കിലും ഇനിയും യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുണ്ടോ? സാവൂളിൻ്റെ ഭവനത്തിൻ്റേതായി സീബ എന്നു പേരുള്ള ഒരു ദാസൻ ഉണ്ടായിരുന്നു. അവനെ അവർ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട് ചോദിച്ചു, നീയാണോ സീബ? അടിയൻ തന്നെ, അവൻ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഞാൻ ദൈവിക കരുണ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൻ്റേതായി ഇനിയും ഒരുവനില്ലാതെ ഇരിക്കുമോ? രാജാവിനോട് സീബ പറഞ്ഞു, കാലുകൾക്ക് മുടന്തുള്ള ഒരു മകൻ ജോനാഥന് ഇനിയുമുണ്ട്. അവനെവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അതവൻ ലോദെബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഗീറിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദെബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഗീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ ഏറ്റെടുത്തു. സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് മുഖം മുട്ടെ വീണ് അവനെ വണങ്ങി. മെഫിബോഷത്ത് ദാവീദ് വിളിച്ചു, ഇതാ നിൻ്റെ ദാസൻ. അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിൻ്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് കാരുണ്യം ചെയ്യുക തന്നെ ചെയ്യും. നിൻ്റെ പിതാമഹനായ സാവൂളിൻ്റെ വയലെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവൻ നമിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരു ചത്ത പട്ടിക്ക് നേരെ നീ മുഖം തിരിക്കാൻ നിൻ്റെ ദാസൻ എന്താണ്? തുടർന്ന് സാവൂളിൻ്റെ ഭൃത്യൻ സീബായെ വിളിച്ച് രാജാവ് പറഞ്ഞു, സാവൂളിനും അവൻ്റെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും അവനു വേണ്ടി നിലം കൃഷി ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ അത് നിൻ്റെ യജമാനൻ്റെ മകന് ഭക്ഷണമാകും, അവൻ അത് ഭക്ഷിക്കും. എന്നാൽ നിൻ്റെ യജമാനൻ്റെ മകനായ മെഫിബോഷത്ത് എപ്പോഴും എൻ്റെ മേശയിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. സീബായ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരും ഉണ്ടായിരുന്നു. രാജാവിനോട് സീബ പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവ് തൻ്റെ ദാസനോട് കൽപ്പിക്കുന്നതെല്ലാം പോലെ നിൻ്റെ ദാസൻ ചെയ്യാം. അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെപ്പോലെ മെഫിബോഷത്ത് അവൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോഷത്തിന് ചെറിയ ഒരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് മീക്ക എന്നായിരുന്നു. സീബായുടെ വീട്ടിൽ താമസിച്ചിരുന്നവരെല്ലാം മെഫിബോഷത്തിൻ്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചിരുന്നത് കൊണ്ട് മെഫിബോഷത്ത് ജെറുസലേമിൽ പാർത്തു. അവൻ ഇരുകാലുകൾക്കും മുടന്തുള്ളവനായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ
ഒന്നാം പുസ്തകം 12-ാം അധ്യായം. ദാവീദിൻ്റെ അനുയായികൾ. കിഷിൻ്റെ പുത്രനായ സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് പുറത്താക്കപ്പെട്ടിരിക്കെ സിഗ്ലാഗിൽ അവൻ്റെ അടുത്തേക്ക് വന്നവർ ഇവരാണ്. അവർ ശക്തരായ യുദ്ധസഹായികളായിരുന്നു. ഇടത്തുനിന്നും വലത്തുനിന്നും കല്ലുകൾ കൊണ്ടും അമ്പുകൾ കൊണ്ടും വില്ലുകുലച്ചിരുന്ന വില്ലാളികളായ അവർ ബെഞ്ചമിന്യരിൽ നിന്നുള്ള സാവൂളിൻ്റെ ചാർച്ചക്കാരായിരുന്നു. ഗിബിയാക്കാരനായ ഷെമായുടെ പുത്രന്മാരായിരുന്ന അഹിയസർ എന്ന നേതാവും യോവാഷും അസ്മാവാത്തിൻ്റെ പുത്രന്മാരായ എസിവേലും പേലത്തും അനാത്തോത്തുകാരായ ബാറാഹയും യഹൂവും 30 പേരിൽ ധീരനും 30 പേരുടെ മേലാളുമായിരുന്ന ഗിബിയോൻകാരൻ ഇഷ്മായും ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസാബാദ്, എലുസായി, യെറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹറൂഫ്യനായ ഷെഫാത്തിയ, കൊറൂഹുകാരായ എൽക്കാന, ഇഷിയ, അസ്രേൽ, യോവസർ, യഷോബയാം, ഗദോറിൽ നിന്നുള്ള ജെറോഹാമിൻ്റെ പുത്രന്മാരായ യോവേൽ, സെബാദിയ എന്നിവരും ഗാദുകാരിൽ നിന്ന് കുന്തത്തിൽ വൈദഗ്ധ്യമാർന്നവരും ധീരരും യുദ്ധ നിപുണരുമായ ചിലർ മരുഭൂമിയിലെ കോട്ടയിലെത്തി ദാവീദിൻ്റെ പക്ഷം ചേർന്നു. അവരുടെ മുഖങ്ങൾ സിംഹത്തിൻ്റെ മുഖങ്ങൾ തന്നെ, മലമുകളിൽ ഗതിയുള്ള മാനുകൾ പോലെ. ഒന്നാമൻ ഏസർ, രണ്ടാമൻ ഒബാദിയ, മൂന്നാമൻ എലിയാബ്, നാലാമൻ മിഷ്മാന, അഞ്ചാമൻ ജെറമിയ, ആറാമൻ അത്തായി, ഏഴാമൻ എലിയേൽ, എട്ടാമൻ യോഹന്നാൻ, ഒമ്പതാമൻ എൽസബാദ്, പത്താമൻ ജെറമിയ, 11-ാമൻ മക്ബന്നായി. ഗാദ്യരിൽ നിന്നുള്ള ഇവർ സേനാനായകന്മാരായിരുന്നു. ശതഗണത്തിന് ചെറിയവനൊരുവനും സഹസ്രഗണത്തിന് വലിയവനും. ഇവരാണ് ആദ്യമാസം ജോർദാൻ നദി അതിൻ്റെ തീരങ്ങൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അത് കടന്നവർ. അവർ താഴ്വാര നിവാസികളെല്ലാവരെയും വടക്കോട്ടും തെക്കോട്ടും തുരത്തി. ബെഞ്ചമിനരിലും യഹൂദരിലും നിന്ന് ചിലർ ദാവീദിൻ്റെ കോട്ടയിലേക്ക് വന്നു. അപ്പോൾ ദാവീദ് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു, നിങ്ങളെന്നെ സഹായിക്കാൻ സമാധാനത്തിലാണ് എൻ്റെ പക്കൽ വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ തെറ്റില്ലാതിരിക്കെ എൻ്റെ ദുരിതം നിമിഷങ്ങളിൽ എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അത് കാണുകയും വിധിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ 30 പേരുടെ തലവനായ അമസായയെ അരൂബി വലയം ചെയ്തു. നിനക്ക് ദാവീദേ, ജെസ്സയുടെ പുത്ര, നിന്നോടൊപ്പം സമാധാനം, നിനക്ക് സമാധാനം, നിന്നെ സഹായിക്കുന്നവന് സമാധാനം, നിൻ്റെ ദൈവമാണല്ലോ നിന്നെ സഹായിക്കുന്നത്. ദാവീദ് അവരെ സ്വീകരിക്കുകയും പടത്തലവന്മാരായി അവരെ നിയമിക്കുകയും ചെയ്തു. സാവൂളിനെതിരെ ദാവീദ് ഫിലിസ്തീയക്കാരോടൊത്ത് യുദ്ധത്തിന് പോയപ്പോൾ മനാസയിൽ നിന്ന് ചിലർ അവൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. എന്നാൽ അവർക്ക് അക്കൂട്ടരെ സഹായിക്കാനായില്ല. കാരണം ഫിലിസ്തീയ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് നമ്മുടെ അപകടങ്ങളിൽ അവൻ തൻ്റെ യജമാനനായ സാവൂളിൻ്റെ പക്ഷത്തേക്ക് ചായും എന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചു. അവൻ സിഗ്ലാഗിലേക്ക് പോയപ്പോൾ മനാസയിൽ നിന്ന് ചിലർ അവൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. അദ്ന, യോസബാദ്, യദിയേൽ, മിഹായേൽ, യോസബാദ്, എലീഹു, സില്ലഥായ് എന്നിവർ മനാസയുടെ സഹസ്രാധിപന്മാരായിരുന്നു. അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. കാരണം അവർ എല്ലാവരും യുദ്ധപരാക്രമികളും സൈന്യത്തിലെ മേധാവികളുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സൈന്യം പോലെ അത് വലിയൊരു സൈന്യമാകുന്നതുവരെ ദാവീദിനെ സഹായിക്കാൻ അവർ ദിനംപ്രതി അവൻ്റെ അടുത്ത് വന്നിരുന്നു. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഹെബ്രോണിൽ സാവൂളിൻ്റെ ഭരണം ദാവീദിന് നൽകാൻ അവൻ്റെ അടുത്ത് വന്ന സൈന്യഗണങ്ങളുടെ തലവന്മാരുടെ എണ്ണം ഇതാണ്. യുദ്ധസജ്ജരായി പരിചയും കുന്തവും ധരിക്കുന്ന യഹൂദ്യർ 6800. ശിമിയോന്യരിൽ നിന്ന് സൈന്യത്തിന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോനു വേണ്ടി നേതാവായിരുന്ന യഹോയാദായും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും 3700.
യുവാവായ യുദ്ധവീരൻ സാദോക്കും അവൻ്റെ പിതൃഭവന നായകന്മാരും 22. ബെഞ്ചമിന്യരിൽ നിന്ന് സാവൂളിൻ്റെ ചാർച്ചക്കാർ 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തിൻ്റെ വിശ്വസ്തരായ സംരക്ഷകരായിരുന്നു. എഫ്രായിമ്യരിൽ നിന്ന് യുദ്ധവീരന്മാരും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പേരുകെട്ടവരുമായവരും 20,800. മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് ദാവീദിനെ രാജാവാക്കാൻ പോകുന്നതിന് പേര് നിർണയിക്കപ്പെട്ടവർ 18,000. ഇസ്ഹാക്യരിൽ നിന്നും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്നറിയുന്നതിന് ഉൾക്കാഴ്ചയുള്ള 200 നായകന്മാരും അവരുടെ ജ്ഞാനാനുവർത്തികളായ മുഴുവൻ ചാർച്ചക്കാരും. എല്ലാ ആയുധങ്ങളോടും കൂടി ഏകമനസ്സായി പടയൊരുക്കത്തോടെ സെബ്ലൂനിൽ നിന്ന് യുദ്ധത്തിന് ഇറങ്ങിയ സൈന്യം 50,000 പേർ. നഫ്താലിയിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടി പരിചയും കുന്തവുമായി 37,000 പേരും. ദാൻകാരിൽ നിന്ന് യുദ്ധസജ്ജരായ 28,600 പേർ. യുദ്ധത്തിന് സജ്ജരാകുന്നതിന് ആഷേറിൽ നിന്ന് പുറപ്പെട്ട സൈന്യം 40,000 പേർ. സൈന്യത്തിൻ്റെ സർവ്വായുധങ്ങളുമോടെ യുദ്ധത്തിനായി ജോർദാൻ്റെ മറുകരയിൽ നിന്ന് റൂബൻകാരും ഗാദുകാരും മനാസയുടെ ഗോത്രപാതിയിൽ നിന്നുള്ളവരുമായി 1,20,000 പേർ. ദാവീദിനെ ഇസ്രായേൽ മുഴുവനും മേൽ രാജാവാക്കാൻ ഈ യോദ്ധാക്കളെല്ലാം പൂർണ്ണ മനസ്സോടെ അണിനിരന്ന് ഹെബ്രോണിലേക്ക് വന്നു. ശേഷിച്ച ഇസ്രായേൽക്കാരെല്ലാം ദാവീദിനെ രാജാവാക്കാൻ ഏകമനസ്കരുമായിരുന്നു. അവർ ദാവീദിൻ്റെ കൂടെ തിന്നും കുടിച്ചും 3 ദിവസം അവിടെയായിരുന്നു. അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടത് തയ്യാറാക്കിയിരുന്നു. അവരുടെ അടുത്തുള്ളവർ ഇസ്ഹാക്കറും സെബുലൂനും നഫ്താലിയും പോലും അവർക്ക് കഴുതകൾ, ഒട്ടകങ്ങൾ, കോവർ കഴുതകൾ, കാളകൾ എന്നിവയുടെ പുറത്ത് ഭക്ഷണം, മാവ്, അത്തിയടകൾ, മുന്തിരിയടകൾ, വീഞ്ഞ്, എണ്ണ, കാളകൾ, ആടുകൾ എന്നിവ ധാരാളമായി കൊണ്ടുവന്നു. കാരണം ഇസ്രായേൽ ആഹ്ലാദത്തിലായിരുന്നു. സങ്കീർത്തനങ്ങൾ 28. പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം. ദാവീദിൻ്റേത്. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയെ, എന്നോട് മൗനം പാലിക്കരുതേ. അല്ലെങ്കിൽ അങ്ങ് എന്നോട് മൂകത പുലർത്തുകയും ഞാൻ ആഴത്തിലേക്ക് താണിറങ്ങുന്നവരുമായി താതാത്മ്യപ്പെടുകയും ചെയ്യും. അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുമ്പോൾ, അങ്ങയുടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്ടരോടുകൂടെയും ദുഷ്കർമ്മികളോടുകൂടെയും എന്നെ വലിച്ചിഴക്കരുതേ. അവർ തങ്ങളുടെ അയൽക്കാരോടൊപ്പം സമാധാനം സംസാരിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ തിന്മയാണ്. അവരുടെ പ്രവൃത്തിക്കനുസൃതം, അവരുടെ കർമ്മങ്ങളുടെ തിന്മയ്ക്കനുസൃതം അവർക്ക് നൽകണമേ. അവരുടെ കരവേലയ്ക്കനുസരിച്ച് അവർക്ക് നൽകണമേ. അവരുടെ പ്രതിഫലം അവർക്ക് നൽകണമേ. കർത്താവിൻ്റെ പ്രവൃത്തികളിലേക്കും കരവേലയിലേക്കും അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകാത്തതിനാൽ അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ബലവും പരിചയമാണ്. എൻ്റെ ഹൃദയം അവിടുന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ തുണയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുന്നു. എൻ്റെ ഗീതത്താൽ ഞാൻ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവ് അവർക്ക് ബലമാണ്. അവിടുന്ന് തന്നെയാണ് തൻ്റെ അഭിഷിക്തൻ്റെ രക്ഷാസങ്കേതം. അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിത്യതയോളം അവരെ മേയ്ക്കുകയും സംവഹിക്കുകയും ചെയ്യണമേ.